ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് നമ്മുടെ വേദപുസ്തകം എടുത്ത് സങ്കീർത്തന പുസ്തകത്തിലേക്ക് തിരിയാം. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം. അല്പനേരം വചനം നമുക്ക് വായിക്കാം. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. കടന്നു വന്ന സകല സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ഉയർപ്പിന്റെ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലാകുവാൻ ദൈവം ഭാഗ്യം തന്നതിനായിട്ട് സ്തോത്രം. 16-ാം സങ്കീർത്തനം ഞാൻ തന്നെ വായിക്കാം. 1 മുതൽ അവസാനത്തെ വാക്യം വരെയും വായിക്കുകയാണ്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദൈവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയും ഇല്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കുന്നു. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊട്ടെ. ഇവിടെ പലപ്പോഴും ഈ ഹോളിൽ വരുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, വചന ശുശ്രൂഷ തുടങ്ങുമ്പോൾ നമുക്കെല്ലാം ഉറക്കം വരും. ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടായി പറയുന്നത്. ഇവിടെ എന്തോ ഒരു പൈശാചിക മണ്ഡലത്തിന്റെ പ്രവർത്തനമുണ്ട്. വചന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഉറക്കം വരും. അതുകൊണ്ട് എല്ലാവരും സ്തോത്രത്തോടെ ജാഗരിപ്പിൻ. ഇച്ചിരി പാട്ടൊക്കെ പാടിയിരുന്ന ഈ മറ്റേ പാട്ട് കേൾക്കാതെ നമുക്ക് സ്തോത്രമൊക്കെ പറഞ്ഞ് വചനമൊക്കെ കേട്ടിരിക്കാം. ഇന്ന് പ്രസംഗിക്കുമ്പോൾ ആരാധിച്ച് പ്രസംഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളും ആരാധിച്ച് പ്രസംഗം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, നമ്മൾ 16-ാം സങ്കീർത്തനം വായിച്ചു. ഇത് ആരുടെ സങ്കീർത്തനമാണെന്ന് ചോദിച്ചാൽ ഏറ്റവും മണ്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദാവീദിന്റെ സ്വർണഗീതം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ദാവീദാണ് ഈ പറയുന്ന എന്നെ, ഞാൻ എന്നൊക്കെ. എന്നാൽ അങ്ങനെയാണോ? ആരാണ് ഈ ഞാൻ? ആരാണ് ഈ എന്നെ കർത്താവ് കരുതുന്നു, ഞാൻ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്നു, കർത്താവ് ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്നൊക്കെ പറയുന്ന ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? അതറിയണമെങ്കിൽ തുടർന്ന് നമുക്ക് വചനം വായിക്കണം. പുതിയ നിയമത്തിലേക്ക് കടക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം. പെന്തക്കോസ്ത് നാളിൽ സഭയുടെ 1-ാമത്തെ പ്രസംഗം. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച ആ പ്രസംഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. സഭയുടെ 1-ാമത്തെ പ്രസംഗം, 2-ാം അധ്യായം 22 മുതൽ ഞാൻ വായിക്കട്ടെ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. ഇതാണ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടത്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജഡാവതാരമെടുത്ത് പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന ദൈവക്രോധം പേറി മരിച്ചു. അത് കഴിഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തോടെ കഥ തീർന്നില്ല. അന്ന് വെള്ളിയാഴ്ചത്തെ പ്രസംഗം മരണത്തോടെ കഥ തീർന്നു. അത് കഴിഞ്ഞൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞുമുണ്ട് കഥയല്ലേ.
ദുഃഖവെള്ളിയാഴ്ച അത്രേ പറഞ്ഞുള്ളൂ, മരണം വരെ പറഞ്ഞു. കർത്താവ് നമുക്ക് പകരക്കാരനായി മരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ദൈവമോ അവനെ മരണപാശങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതാണ് ഈ ഉയർപ്പിന്റെ പകൽക്കാലം, ഈ ഉയർത്തെഴുന്നേൽപ്പ് ഓർക്കുന്ന ഈസ്റ്റർ എന്നൊക്കെ പറയുന്ന ഈ ദിവസത്തിന്റെ പ്രത്യേകത അല്ലെ. അവനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാരണം എന്താ? മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. അതെന്താണെന്നുള്ളത് വ്യക്തമാക്കുവാൻ പഴയ നിയമത്തിൽ നിന്ന് പത്രോസ് ഒരു വേദഭാഗം ഉദ്ധരിക്കുകയാണ്. ഏതാണ് ആ വേദഭാഗം? നമ്മൾ ആദ്യം വായിച്ചു കേട്ട 16-ാം സങ്കീർത്തനം 25 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു. എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കുമെന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നല്ലോ. ഇതെന്തുകൊണ്ടാ പത്രോസ് ഉദ്ധരിക്കുന്നേ? തൊട്ടു മുമ്പ് പറഞ്ഞ 24-ന്റെ അവസാനം, മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. ആ വാചകം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് അടിസ്ഥാനമായിട്ട് തെളിവായിട്ട് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് 16-ാം സങ്കീർത്തനമാണ്. എന്തുകൊണ്ടാണ് പത്രോസ് ആത്മനിറവിൽ ഈ 16-ാം സങ്കീർത്തനത്തിൽ പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, 27-ാം വാക്യം, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും ഇല്ല. അപ്പൊ ഇത് ഏതോ ഒരു വ്യക്തിയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഏത് വ്യക്തി? പരിശുദ്ധനായ ഒരു വ്യക്തി. ആ വ്യക്തി മരിക്കാൻ പാടില്ലാത്ത വ്യക്തിയാണ്. ഇനി അഥവാ എങ്ങാനും മരിച്ച് കല്ലറയെ പോയാൽ അവിടെ ദ്രവത്വം സഹിക്കുവാൻ ദൈവം സമ്മതിച്ചു കൊടുക്കുവാൻ പാടില്ലാത്ത ഒരു പരിശുദ്ധനാണ്. ഈ വാക്യം എന്തുകൊണ്ട് ഉദ്ധരിച്ചു എന്ന് പത്രോസ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് തുടർന്നും വായിക്കാം. 29 മുതൽ, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചടക്കപ്പെട്ടുവെന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദാവീദിനെ കുറിച്ചല്ല. കാരണം ദാവീദ് മരിച്ചടക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. അല്ലെ, യെരൂശലേമിൽ പോയാൽ ദാവീദിന്റെ കല്ലറ കാണാം. ആ കല്ലറ താണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ദാവീദിനെ കുറിച്ചല്ല ഈ പറഞ്ഞിരിക്കുന്നേ. അവൻ ദ്രവത്വം സഹിക്കയില്ല, അവന്റെ പ്രാണൻ പാതാളത്തിൽ വിടുകയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. 30-ാമത്തെ വാക്യം, എന്നാൽ അവൻ, അതായത് ദാവീദ്, പ്രവാചകനാകയാൽ, വെളിപ്പാട് ലഭിച്ച് തിരുവെഴുത്തുകൾ എഴുതുന്ന പ്രവാചകനാകയാൽ, ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ വലത്തിൽ നിന്ന് ഒരുത്തിനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട്, 2 ശമൂവേലെടുത്ത് വായിക്കണം. ദാവീദിക ഉടമ്പടി. ദാവീദിനോട് കർത്താവ് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. നിന്റെ സിംഹാസനത്തിൽ എന്നും നിന്റെ ഒരു അനന്തരാവകാശി ഉണ്ടായിരിക്കും. ആ അനന്തരാവകാശിയാണ് ഭൂമിയിൽ സ്വർഗരാജ്യം കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ തന്റെ കടിപ്രദേശത്തിന്റെ വലത്തിൽ നിന്ന്, അതായത് തന്റെ ഒരു അനന്തരാവകാശി സിംഹാസനത്തിൽ എന്തായാലും മരിക്കാതെ ഇരിക്കുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചുവെന്ന് അറിഞ്ഞിട്ട് അതിന്റെ വെളിച്ചത്തിൽ അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അതായത് ഈ വരുവാനിരിക്കുന്നവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞിട്ടില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ടു പ്രസ്താവിച്ചു. 16-ാം സങ്കീർത്തനം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പത്രോസ് വിളിച്ചു പറയുകയാണ്. 16-ാം സങ്കീർത്തനം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പ്രവചനമാണ്, മുൻകൂട്ടിയുള്ള പ്രസ്താവനയാണ്. ഒരുവൻ വരാൻ പോകുന്നു, അവൻ മരിച്ചാലും പാതാളത്തിൽ ഇരിക്കുകയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റുക തന്നെ ചെയ്യും. കാരണം അവൻ ദ്രവത്വം അനുഭവിക്കാൻ പാടില്ല. എന്താ കാരണം? അവൻ പാപിയല്ല, അവൻ പരിശുദ്ധനാണ്. മരണം ആർക്കാണുള്ളത്? പാപികൾക്കാണ് മരണമുള്ളത്. കുറ്റം ചെയ്താലല്ലേ ശിക്ഷയുള്ളൂ. കുറ്റം ചെയ്യാത്തവനെ പിടിച്ച് ശിക്ഷിച്ചാൽ അവൻ അങ്ങനെ ശിക്ഷ അനുഭവിക്കാൻ പറ്റത്തില്ല, അവൻ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. അല്ലെ, ചില സമയത്തൊക്കെ നമ്മൾ കേൾക്കും, തെറ്റിദ്ധരിച്ച് ആരെങ്കിലെയൊക്കെ പിടിച്ച് കോടതി വിധിക്കും. അല്ലെ, കഴിഞ്ഞ ദിവസം ഞാൻ
പേപ്പർ വായിക്കായിരുന്നു, അമേരിക്കയില് 44 കൊല്ലമായിട്ട് ജയിലിൽ കഴിയുന്ന ഒരു ഇന്ത്യൻ വംശജനെ പുറത്തു കൊണ്ടുവന്നു. കാരണം അയാൾ കൊന്നെന്ന് പറഞ്ഞ ആളെ അയാൾ കൊന്നിട്ടില്ലെന്ന് പിന്നെ തെളിഞ്ഞു. അല്ലെ, ഇന്ത്യൻ വംശജൻ 44 കൊല്ലം, അതായത് 80 ജയിലിൽ പോയവനാണ്, ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അയാൾ ചെയ്യാത്തൊരു കൊലപാതകമായിരുന്നു. എന്താ പെട്ടെന്ന് പുറത്തു വിട്ടേ? കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പരിശുദ്ധനായ യേശു മരിക്കണമോ? വേണ്ട. പിന്നെന്താ മരിച്ചേ? എന്താ കല്ലറയിൽ പോയേ? നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ കല്ലറയിൽ പോയി. പക്ഷെ നമ്മുടെ അകൃത്യങ്ങൾ അവൻ കൊടുത്തു തീർത്തു കഴിഞ്ഞ് പിന്നെ കിടക്കണോ? ഇല്ല, അവൻ പുറത്തു വരിക തന്നെ ചെയ്യും. അവന് ദ്രവത്വം അനുഭവിക്കാൻ ദൈവം സമ്മതിക്കുകയില്ലല്ലോ. അത് മുൻപ് കൂട്ടി പ്രസ്താവിച്ചിരിക്കുകയാണ് ദാവീദ് പ്രവാചകനായിട്ട്, അല്ലെ? എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻപ് കൂട്ടി പ്രസ്താവിച്ചു. അപ്പോ ക്രിസ്തു മശിഹ, വരുവാനിരിക്കുന്ന ദാവീദ് പുത്രൻ ഇങ്ങനെ മരിക്കയില്ല എന്നും പുനരുത്ഥാനം പ്രാപിക്കുമെന്നും ഒക്കെ സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതി വെച്ചു. പക്ഷേ ഈ 32 പറഞ്ഞിരിക്കുകയാണ്, ഈ യേശുവിനെ, ആ ക്രിസ്തു, ആ ദാവീദിന്റെ പുത്രൻ ആരാണ്? നസ്രയനായ യേശു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിനു ഞങ്ങളെല്ലാവരും സാക്ഷികൾ ആകുന്നു. ഇതാണ് സഭയുടെ ഒന്നാമത്തെ പ്രസംഗം. ഒന്നാമത്തെ പ്രസംഗം എന്താണ്? ക്രിസ്തയേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്, അല്ലെ? ക്രിസ്തയേശു മരണപാശങ്ങളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് ഒരു വേദഭാഗം കൂടെ വായിക്കാം, ഇതേ വിഷയത്തെ ഓർത്തുകൊണ്ട്. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം. പത്രോസ് കഴിഞ്ഞിനി പൗലോസിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം ഒരു വലിയ പ്രസംഗമാണ്. ആ മൊത്തം പ്രസംഗം ഇപ്പോൾ എടുക്കാൻ സമയമില്ല. നമുക്ക് 26-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:26 ഞാൻ തന്നെ വായിക്കാം. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്തുതോറും വായിച്ചിരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി യേശുക്രിസ്തുവിനെ കൊന്നു. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ, പത്രോസ് പറഞ്ഞതുപോലെ, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസവും പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുൻപാകെ അവന്റെ സാക്ഷികളാകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം, ദാവീദിന്റെ ഉടമ്പടി, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചുവെന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. 35-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. മറ്റൊരു സങ്കീർത്തനത്തിലും, അതായത് ഈ മറ്റൊരു സങ്കീർത്തനം, അതാ 16-ാം സങ്കീർത്തനം, മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. വീണ്ടും പൗലോസും പറയാണ്, 16-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാണേലും ഈ എന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ദാവീദല്ല. 16-ാം സങ്കീർത്തനം അങ്ങനെ വായിക്കണം. ഇത് ദാവീദ് എഴുതിയതാണേലും പ്രവചനാത്മാവിൽ എഴുതിയതാണ്. ഇതാരാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. കാരണം ദാവീദ് മരിച്ചു, അല്ലേ? തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. 37-ാം വാക്യം, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. മണ്ണിന്റെ അടിയിൽ പോയി ദ്രവിച്ചു പോയ വ്യക്തിയല്ല യേശുക്രിസ്തു. മറ്റെല്ലാരും പോയി. അതാണ് നമ്മൾ പാടിയത്.
ഉലക മഹാന്മാർ അഖിലരും ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. ലോകത്തുള്ള ഏത് വമ്പനെടുത്തോ ഏത് മഹാനെടുത്തോ എല്ലാരും കുഴി കിടപ്പുണ്ട്. ഒരാള് മാത്രം ദ്രവത്വം അനുഭവിക്കാതെ ഉയർത്തെഴുന്നേറ്റവനാകുന്നു. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അല്ലെ? അതുകൊണ്ട് തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. യേശുക്രിസ്തു ആരാണെന്നാണ് ഈ പുനരുത്ഥാനത്തിലൂടെ തെളിയിക്കപ്പെടുന്നത്? പരിശുദ്ധനാണ്. പരിശുദ്ധനാണ്. അതാണ് നമ്മൾ ഒന്നാമത് കണ്ടത്. പക്ഷെ അതിനോടൊപ്പം ചേർന്ന് പറയുകയാണ്, ഈ പരിശുദ്ധനായവൻ കല്ലറയിൽ പോയി കിടന്നിട്ട് അവിടുന്ന് ദ്രവത്വം പ്രാപിക്കാതെ ഉയർത്തെഴുന്നേറ്റതിലൂടെ നമ്മളോടുള്ള ദൈവത്തിന്റെ സന്ദേശം, ഈ പരിശുദ്ധനായവനിൽ വിശ്വസിച്ച് നിങ്ങൾ എന്ത് പ്രാപിക്കണം? പാപമോചനം പ്രാപിക്കണം. വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കണം. പഴയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിച്ച് സ്വയനീതി കൊണ്ട് നീതിമാനാകാമെന്ന് പലരും ചിന്തിച്ചു. മതപരമായ നീതി കൊണ്ട് നീതിമാന്മാരാകാമെന്ന് പലരും ചിന്തിച്ചു. ഇന്ന് നമ്മുടെ ഇടയിലും പലരും ചിന്തിക്കുന്നത് അനുസരിച്ച് നമുക്ക് നീതിമാനാകാൻ പറ്റുമെന്നാണ്. വിശുദ്ധനാകണം. നീതിമാനാകുന്നത് കടമായിട്ട് ദൈവം ഒരു പദവി തരികയാണ്. അല്ല, നമ്മൾ അനുസരിച്ചല്ല നമ്മൾ രക്ഷ ഉളവാക്കിയെടുക്കുന്നത്. ഇങ്ങനെ അത് പ്രവൃത്തിയുടെ സുവിശേഷമായി പോകും. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നേ, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും യേശുക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടും. നീതീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നീതിമാൻ എന്നുള്ള പദവി ലഭിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നിങ്ങളെ നീതിമാനായിട്ട് എണ്ണും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. നിങ്ങൾക്ക് ദൈവമായിട്ട് സൗഹൃദ ബന്ധമാകാം, സ്നേഹബന്ധമാകാം. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്കെതിരെ ദൈവം എണ്ണുകയില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റും. കാരണം ക്രിസ്തുവിൽ ഞാൻ നീതിമാനാണ്. അപ്പൊ ഈ പരിശുദ്ധനായവൻ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനം ഞങ്ങൾ അറിയിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ എടുക്കുന്നില്ല. റോമാലേഖനം 4 അവസാനം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അകൃത്യങ്ങളാൽ ക്രൂശിക്കപ്പെട്ടവനും നമ്മുടെ നീതീകരണത്തിനാൽ ഉയർത്തെഴുന്നേറ്റവനുമായ യേശു ക്രിസ്തു. അവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അകൃത്യങ്ങളാൽ അവൻ എന്ത് സംഭവിച്ചു? ക്രൂശീകരണം സംഭവിച്ചു. നമ്മുടെ നീതീകരണത്തിനായിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ നീതീകരണവും അവന്റെ ഉയർത്തെഴുന്നേൽപ്പും തമ്മിലുള്ള ബന്ധം എന്താണ്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് മരണത്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ അവനോടുകൂടെ ആരും പുറത്തോട്ട് വരുന്നു? അവനിൽ വിശ്വസിക്കുന്ന നീയും ഞാനും മരണത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ ദണ്ഡനത്തിൽ നിന്ന്, ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച് പുറത്തോട്ട് വരുമ്പോൾ അവനോടുകൂടെ ആര് വരുന്നു? ദൈവക്രോധത്തിൽ നിന്ന് ഞാനും നിങ്ങളും കടന്നു വരുന്നു. പാപത്തിന്റെയും പാതാളത്തിന്റെയും പൈശാചികന്റെയും എല്ലാ അധീനതകളിൽ നിന്നും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വതന്ത്രനായതുപോലെ അവനോടുകൂടെ വിശ്വാസത്താൽ ഏകീഭവിച്ച സകലരും പാപത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൈശാചികനിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. അതാ പറഞ്ഞ് നമ്മൾ നീതീകരിക്കപ്പെടും. നമുക്കിനി നമ്മുടെ മേലൊരു ശിക്ഷാവിധിയുമില്ല, ഒരു കുറ്റബോധവും വേണ്ട. യേശുക്രിസ്തു പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചതുപോലെ അവനോടുകൂടെ ഏകീഭവിച്ച വിശ്വാസികളും നീതീകരിക്കപ്പെടുന്നു. നമ്മുടെ അകൃത്യങ്ങളാൽ അവൻ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഇന്ന് ഈ ഉയർപ്പിന്റെ പകലെന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന രാവിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ചില വസ്തുതകൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രായോഗിക തലത്തിലുള്ള 3 വസ്തുതകൾ പങ്കുവെക്കാനാണ് ഞാൻ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഇതാണ്: ഉയർത്തെഴുന്നേൽപ്പിലൂടെ കർത്താവിനെ കുറിച്ചൊരു സാക്ഷ്യം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. യേശുക്രിസ്തു ആരാകുന്നു? പരിശുദ്ധനാകുന്നു. അവൻ പറഞ്ഞതുപോലെ പാപമില്ലാത്തവനായിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞതൊക്കെ സത്യമാണെന്ന്
ദൈവം സ്വർഗത്തിൽ നിന്നൊരു ആമേൻ പറഞ്ഞതാണ് ഉയർത്തെഴുന്നേൽപ്പ്. അല്ലെ? ഇപ്പൊ എനിക്ക് മൈക്കും പിടിച്ചോണ്ട് എന്ത് വീരവാദവും പറയാം. വീരവാദം പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം അതിന് ശരിവെച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും അവനൊരു കള്ളപ്പടുവായിരുന്നു, അല്ലേ? എന്ന് പറഞ്ഞൊരു യേശുക്രിസ്തു ഞാൻ പാപമൊന്നും ചെയ്തില്ല, നിങ്ങളിൽ ആരാണ് എന്നെ പാപത്തിന് കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ചോദിച്ച് അവസാനം മരിച്ച് പിന്നെ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ അവനും പാപിയായിരുന്നു കേട്ടോ. മരിച്ച് കലറ പോയി. ഉയർത്തെഴുന്നേറ്റില്ലേ ഉള്ള കുഴപ്പം എന്താ? യേശുക്രിസ്തു പാപിയായിരുന്നു എന്ന് തെളിയും. നമ്മുടെ പലരുടെയും സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു സ്ഥാനവും ഇല്ല. അത് ചുമ്മാ അവസാനം വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ ചില സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാലേ 2-3 പായസമൊക്കെ കഴിയുമ്പോൾ പിന്നെ പുളിശ്ശേരിയും തൈരും ഒക്കെ വരുമാര് വേണ്ട വേണ്ട, രസം വേണ്ട, അല്ലേ? ആർക്കും വേണ്ടാത്ത പുളിശ്ശേരി പോലാണ് പലരുടെയും സുവിശേഷീകരണത്തിൽ ഉയർത്തെഴുന്നേൽപ്പ്. മരിച്ചല്ല പിന്നെന്ന് കയറ്റി വിട്ടേക്ക് ഉയർത്തെഴുന്നേൽപ്പ്. ഇതില്ലെങ്കിൽ ഒരു സുവിശേഷവും ഇല്ല. നമ്മൾ പ്രസ്താവിക്കുന്ന യേശുക്രിസ്തു ഏതോ പാപിയാ? അപ്പം യേശുക്രിസ്തു പാപിയല്ല, പാപികൾക്ക് വേണ്ടി മരിക്കാൻ വന്ന പരിശുദ്ധനാണെന്ന് ദൈവം ചരിത്രത്തിൽ തെളിയിച്ചതാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഇത് ചരിത്ര സംഭവമാണ്. ഞാൻ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ക്രൂശീകരണം ചരിത്ര സംഭവമാണ്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും, നമ്മൾ തലയാട്ടിയാലും ഇല്ലേലും നടന്ന സംഭവമാണ്. എന്ന് പറയുന്നത് പോലെ ഉയർത്തെഴുന്നേൽപ്പ് ചരിത്ര സംഭവമാണ്. അല്ലാതെ കെട്ടുകഥകളും മതപരമായ സങ്കല്പങ്ങളും ഐതിഹ്യവും ഒന്നുമല്ല. അത് വചനത്തിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു നിമിഷം 1 കൊരിന്ത്യർ 15 കടന്നു വന്നേ. അപ്പോസ്തലനായ പൗലോസ് ഇത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന മതപരമായ ഐതിഹ്യമൊന്നും വിശ്വസിക്കരുത്. പലർക്കും അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ രക്ഷിക്കട്ടെ. എല്ലാവർക്കും ഓരോരോ വിശ്വാസമുണ്ട്. അങ്ങനെ സ്വകാര്യമായിട്ട് നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും വിശ്വസിച്ചാൽ ഈ തിരുവെഴുത്തുകൾ എഴുതിയ ദൈവം പറയും അത് പോരാ, അതൊന്നും ശരിയായ വിശ്വാസമല്ല, അതൊക്കെ കള്ളത്തരം, അതൊക്കെ അന്ധവിശ്വാസമായി പോകും. 1 കൊരിന്ത്യർ 15:12 മുതൽ നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ചരിത്രത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ പറ്റും. നമ്മുടെ പലരുടെയും വിശ്വാസത്തിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. അത് കുഴപ്പമൊന്നുമില്ല, ആ സങ്കല്പം അങ്ങ് മാറ്റി വെച്ചാൽ പോരെ, അല്ലെ? നമുക്ക് സങ്കല്പമാണ് ഉയർത്തെഴുന്നേൽപ്പെങ്കിൽ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, അല്ലെ? നമ്മളൊക്കെ അങ്ങനത്തെ പല മതപരമായ ഐതിഹ്യങ്ങളൊക്കെ വിശ്വസിച്ച് വന്ന ഒരു രാജ്യത്താണ് താമസിക്കുന്നത്. നടന്നോ ഇല്ലേ എന്നുള്ളത് വിഷയമൊന്നുമല്ല. ചരിത്രത്തിൽ നടന്നോ ഇല്ല, അതൊരു സങ്കല്പം, ഒരു വിശ്വാസമാണ്. ഇവിടെ ഉള്ളവരുടെ വിശ്വാസമാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ നാട്ടുകാരുടെ വിശ്വാസം ഇവിടെ പോയാൽ അത് സംഭവിക്കും എന്നൊക്കെ പറയും. എല്ലാ നാട്ടിൽ പോയാലും കേൾക്കാം ഇങ്ങനെയുള്ള ഇവരുടെ ഒരു പരമ്പരാഗത വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അതുപോലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് പറയുവാൻ നിർവാഹമില്ല. കാരണം ഇത് ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളിൽ ആധാരമിട്ടുള്ള വിശ്വാസമാണ്. അപ്പോ നോക്കിക്കേ, ചരിത്രത്തിൽ ക്രിസ്തയേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ഞങ്ങൾ കുറെ കള്ളത്തരമൊക്കെ പ്രസംഗിച്ചു. ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായാൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഒരു കാശിനും കൊള്ളാത്തതാണ് അത്തരം അന്ധവിശ്വാസം എന്നായി പറഞ്ഞിരിക്കുന്നത്. ചരിത്രപരമായിട്ട് വസ്തുതപരമായിട്ട് സംഭവിക്കാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസം വ്യർത്ഥ വിശ്വാസം. അതാ പറയുന്നത്, ഇത് മതമല്ല. മതത്തിൽ അന്ധവിശ്വാസം കൊണ്ടേ എല്ലാം നടക്കത്തുള്ളൂ. ഇതങ്ങനല്ല. ഇത് ചരിത്രത്തിൽ സംഭവിച്ചില്ലേ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. വ്യർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ലെസ്, പാഴ്. പാഴ് വിശ്വാസം. നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ അല്ലേ? പാഴ് വിശ്വാസമായി പോവും, വ്യർത്ഥമായി പോവും. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുന്നു മാത്രമല്ല, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളായി എന്ന് വരും. ഞങ്ങൾ കുറെ കള്ളത്തരങ്ങളാണ് അപ്പോൾ പ്രസംഗിച്ചത്. പൗലോസിന്റെ ഒരു
അതിനകത്ത് തന്നെ ഒരു വെളിപ്പെട്ട് വരുന്നുണ്ട്. എന്താ പ്രസംഗിക്കണ്ടേ? നടന്ന സംഭവങ്ങളെ പ്രസംഗിക്കാവുള്ളൂ. കള്ളത്തരമൊന്നും പ്രസംഗിക്കരുത്. ചുമ്മാ ആളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലും തോന്നിയത് പ്രസംഗിക്കരുത്. ദൈവം ചെയ്തത് മാത്രമേ പ്രസ്താവിക്കാൻ പാടുള്ളൂ. ചരിത്രത്തിൽ സംഭവിച്ച് മാത്രമേ പ്രസ്താവിക്കാൻ പാടുള്ളൂ. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തെ മറ്റെല്ലാ വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ചരിത്രത്തിൽ നടന്ന കാര്യം മാത്രമേ പ്രസ്താവിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കള്ളസാക്ഷികളാകും. ആർക്കെതിരെ? ദൈവത്തിനെതിരെ. ദൈവം ചെയ്യാത്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു നടക്കുക. ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കള്ളം പറഞ്ഞെന്നാകും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. വീണ്ടും പറയുക, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അതാ കുഴപ്പം. ആരും രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എല്ലാം മരിക്കാൻ തയ്യാറായിക്കോ, ദൈവക്രോധത്തിലേക്ക് പോകാൻ തയ്യാറായിക്കോ. അപ്പൊ കണ്ടോ, എത്ര കാതലായ വിഷയമാണ്. യേശു ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഒരു സുവിശേഷവുമില്ല. നിങ്ങൾ ഏതോ വ്യാജ വിശ്വാസത്തിൽ ഇരിക്കുക. അപ്പൊ അത്ര കാതലായ വിഷയമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിലേ നമുക്ക് പാപങ്ങളിൽ നിന്നുള്ള വിടുതലുള്ളൂ. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നമ്മള് മരിച്ചപ്പോ പറഞ്ഞല്ലോ, മറ്റേ ശോഭന തീരത്ത് പോയെന്നൊക്കെ പറയും. നിത്യതയിൽ വെച്ച് കാണാന്ന് പറയും. ആ അപ്പച്ചനൊക്കെ തൊലഞ്ഞുപോയി, ആ അമ്മച്ചിയൊക്കെ തൊലഞ്ഞുപോയി. അവരാരും ഇനി നമ്മൾ നരകത്തിൽ പോകുമ്പോ കാണത്തേ ഉള്ളൂ. കേട്ടോ, എല്ലാ പ്രത്യാശയും നശിച്ചുപോയി. മരണത്തിനപ്പുറത്ത് ഒരു പ്രത്യാശയില്ല യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഇല്ലെങ്കിൽ. നാം ഈ ആയുസ്സിൽ മാത്രം. അപ്പൊ പിന്നെ എന്തോ ഈ ക്രിസ്തുവിനെ കൊണ്ട് ഗുണം? മരണശേഷം ഒരു പ്രത്യാശയില്ല, പാപവും നീങ്ങാൻ പോകുന്നില്ല. പിന്നെന്തോ ഇത്? പിന്നെന്തോ ഉണ്ട്? ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ പിന്നെന്തോ ഈ വിശ്വാസം? നാളെ ഒരു പരീക്ഷയുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പല്ലുവേദനയുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പിന്നെ എനിക്ക് ബാങ്ക് ലോൺ എടുക്കാൻ സഹായിക്കണേ. അതാണ് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്ന വെറും കച്ചവട ലൗകിക മതമായിട്ട് അധപ്പതിക്കും. സങ്കടകരമായ കാര്യം ഇന്ന് സഭയിൽ ഇതൊക്കെ ഉള്ളൂ. ഈസ്റ്റർ ദിനത്തിൽ വലിയ ഉയർത്തെഴുന്നേൽപ്പൊക്കെ പ്രസംഗിക്കും. ബാക്കി സൺഡേ എല്ലാം ഈ ആയുസ്സിലുള്ള വിഷയത്തിന് വേണ്ടി ക്രിസ്തുവിലുള്ള വിശ്വാസം. അതല്ല നമ്മുടെ വിശ്വാസം. നിത്യമായ പ്രത്യാശ വെച്ചുകൊണ്ടുള്ള വിശ്വാസമാണ്. നമ്മൾ നോക്കുന്നു നിത്യ പൗരത്വത്തിലേക്കാണ്. മരണത്തിനപ്പുറത്തുള്ള ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ് നമ്മളും നോക്കുന്നത്. അതായിരിക്കണം നിങ്ങളുടെയൊക്കെ വിശ്വാസം. യഥാർത്ഥ സുവിശേഷം നയിക്കുന്നത് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കാണ്. ഇങ്ങനെ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് വെറും മതപരമായ ഒരു വിശ്വാസം നടിക്കുകയാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. കണ്ടോ, ഇതാണ് അപ്പോസ്തലന്റെ വിശ്വാസം. ഈ ആയുസ്സിലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ, വീടുണ്ടാക്കണം, മക്കളെ കല്യാണം കഴിപ്പിക്കണം, പിന്നെ പല്ലുവേദന മാറണം, ഇങ്ങനത്തെ വയറ്റിപ്പിഴപ്പ് ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ കൂട്ടുപിടിക്കുന്ന സാധാരണ മതബോധമാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ സകല മനുഷ്യരിലേക്കാളും നിങ്ങൾ അരിഷ്ടന്മാരാണ്. അരിഷ്ടം എന്ന് പറഞ്ഞാൽ അറിയാം, റെച്ചഡ് ഇംഗ്ലീഷിൽ പറഞ്ഞു. അയ്യോ പാവം തോന്നുന്നു, കഷ്ടം തന്നെ അവരുടെ കാര്യം അല്ലെ. നമുക്ക് പിറ്റി തോന്നുന്നു പറയും. പക്ഷെ എന്തരുടെ ഈ ദരിദ്രവാസികൾ എന്തോ പറയും. ഇങ്ങനെ നമുക്ക് അയ്യോ ഭാവം തോന്നുന്ന വ്യക്തികൾ, അതായത് ഏറ്റവും പരിതാപകരമായ ആൾക്കാർ ആരാണ്? ഈ ആയുസ്സിൽ മാത്രം വിശ്വാസികൾ നടക്കുന്നത്. ദൈവത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യണം. അല്ല, യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് മരിച്ചത് ഈ ആയുസ്സൊക്കെ നല്ലതുപോലെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് മരണത്തിനപ്പുറത്തായിട്ട് ഒരു പ്രത്യാശ പകർന്നു തരാനാണ്. നമുക്ക് പാപമോചനം പകർന്നു തന്ന, ദൈവക്രോധത്തിൽ നിന്ന് വിടുവിച്ച് നിത്യ സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടി, യഥാർത്ഥ രക്ഷ പകർന്നു തരുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അപ്പോൾ ഈ പുനരുത്ഥാനം, ഈ ഉയർത്തെഴുന്നേൽപ്പ് ചരിത്ര സംഭവമാണ്. അല്ലാതെ ഐതിഹ്യമല്ല, കെട്ടുകഥയല്ല, സങ്കല്പമല്ല. അതൊന്നുമായിട്ട് ആരും വിശ്വസിക്കരുത്. ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. ഞാൻ വിശ്വസിച്ചാലും ഇല്ലേലും ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കണം, വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കണം. അപ്പൊ ഒന്നാമതായിട്ട് യേശു ക്രിസ്തു പരിശുദ്ധൻ, പാപമില്ലാത്തവൻ. അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? വിശ്വസിക്കുക. പൂർണ്ണമായിട്ടും അവനിൽ വിശ്വസിച്ചാൽ അവനിലൂടെ നിങ്ങൾക്ക് ഇന്ന് വരെ ലഭിക്കാത്തൊരു നീതീകരണം ലഭിച്ച് ദൈവവുമായിട്ട് നിങ്ങൾക്ക് നിരപ്പ് പ്രാപിച്ച് അവനുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ കഴിയും. മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കുവാൻ റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഉയർത്തെഴുന്നേൽപ്പ് പ്രസ്താവിക്കുന്ന രണ്ടാമത്തെ സാക്ഷ്യം അറിയുവാൻ റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. റോമാലേഖനം 1-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതുന്നു. 5ഉം 6ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. റോമർ 1 അതിന്റെ 5ഉം 6ഉം.
ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു പൂർണ്ണമായിട്ടും മനുഷ്യനുമാണ്, പൂർണ്ണമായിട്ട് ദൈവവുമാണ്. അവന്റെ മനുഷ്യ സ്വഭാവം, അവന്റെ മനുഷ്യ പ്രകൃതം, ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ ഒരു സന്തതിയായിരുന്നു. അങ്ങനെയാണ് അവൻ ജനിച്ചത്. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പ് അവന്റെ ദൈവീകത്വത്തെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നുണ്ട്. ആരാണവൻ? ദൈവപുത്രൻ. കേട്ടോ, ദൈവപുത്രൻ എന്ന ശക്തിയോടെ ഒരു നിർണയിക്കപ്പെടൽ അവിടെ സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു? ഇപ്പൊ പറഞ്ഞതുപോലെ അവൻ പരിശുദ്ധനാകുന്നു, അവൻ ദൈവമാകുന്നു, അവൻ പാപമില്ലാത്തവനാകുന്നു, ദൈവപുത്രനാണെന്ന് തെളിഞ്ഞു. അല്ലാതെ വെറുതെ വിശുദ്ധിയിൽ നടന്ന നല്ലൊരു മനുഷ്യൻ എന്നല്ല. അവൻ ദൈവമായത് കൊണ്ടാണ് അവൻ പാപമില്ലാത്തവനായിരുന്നു. മനുഷ്യനായി ജനിച്ചെങ്കിലും ആദാമിക പാപത്തിന്റെ കീഴിലല്ല അവൻ ജനിച്ചത്. അവൻ ദൈവമായിരുന്നു, അവൻ വിശുദ്ധനായിരുന്നു. അപ്പോ ഉയർത്തെഴുന്നേൽപ്പ് വിളിച്ചു പറയുന്ന രണ്ടാമത്തെ സത്യം, യേശുക്രിസ്തു ആരാകുന്നു? അവൻ ദൈവപുത്രനാകുന്നു. 1 പത്രോസ് 1:21, 1 പത്രോസ് 1:21 ഇതേ കാര്യം തന്നെ പത്രോസ് വീണ്ടും പറയുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന്, മനുഷ്യരിലല്ല ദൈവത്തിൽ തന്നെ നിങ്ങളുടെ വിശ്വാസമായിരിക്കണം, പ്രത്യാശ ആയിരിക്കണം എന്ന് വെച്ച് ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തും ഇരിക്കുന്നു. യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്തിനാണ്? നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലിരിക്കുവാൻ. അപ്പോ അവിടെ അടങ്ങിയിരിക്കുന്ന ഒരു അർത്ഥം, അന്തർലീനമായിരിക്കുന്ന ഒരു അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുക്രിസ്തു ആരാകുന്നു? ദൈവമാകുന്നു. അല്ലെ? ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലായിരിക്കുകയാണ്. അപ്പൊ ആരാണ് യേശു? യേശു ദൈവമാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു യേശു പരിശുദ്ധനാണെന്ന് ഉയർത്തെഴുന്നേൽപ്പ് വിളിച്ചറിയിക്കുന്നു. രണ്ടാമതായിട്ട് ഉയർത്തെഴുന്നേൽപ്പ് വിളിച്ചറിയിക്കുന്ന സത്യം, യേശു ക്രിസ്തു ദൈവമാകുന്നു. ഇവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ, എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? ദൈവത്തെ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ പ്രതികരണം? ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ദൈവം വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഒന്നാമത്തെ പ്രതികരണം, പല പ്രതികരണങ്ങൾ കാണും. ഒന്നാമത്തെ പ്രതികരണം എന്താ ആയിരിക്കണം എന്ന് ഞാൻ പറയാം? ആരാധന. നേരത്തെ നമ്മൾ കണ്ടു പരിശുദ്ധനാണ്, രക്ഷകനാണ്, പാപമോചനം അവന്റെ നാമത്തിലാണ് പ്രസ്താവിക്കപ്പെടുന്നത്. നീതീകരണം വേണമെങ്കിൽ അവനിൽ വിശ്വസിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു ഉയർത്തെഴുന്നേൽപ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് നൽകുന്ന സാക്ഷ്യം, അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ്. നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? ആരാധന. 1-2 വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിക്കണമേ. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഈ വാക്യങ്ങൾ വരുന്നത്. മത്തായി 28:5-9 നമുക്ക് വീണ്ടും ഒന്ന് വായിച്ചു കേൾക്കാം. മത്തായി 28:5-9. അതിൽ 9-ാം വാക്യമാണ് കാതലായ വാക്യം. ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 5-9. സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാല് പിടിച്ച് നമസ്കരിച്ചു. ആ സ്ത്രീകളോട് ദൂതൻ പറഞ്ഞു, പോകുക, യേശു നിന്നെ കാണുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പേ തന്നെ യേശു വന്ന് അവരെ എതിരേറ്റപ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ എതിരേറ്റപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ കാല് പിടിച്ച് നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ വർഷിപ്പ് ചെയ്തു. അല്ലെ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യവനപദം അത് തന്നെയാണ്. അപ്പോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? ആരാധന. കാല് പിടിച്ച് നമസ്കരിച്ചു. നല്ല പ്രയോഗം അല്ലെ? അവരങ്ങ് കാലിലോട്ടങ്ങ് വീണു. പണ്ട് ആരാണ്ടോ പറഞ്ഞു,
ഞാനും യേശു ക്രിസ്തുവും ഒരു റൂമിലുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ നിൽക്കത്തുള്ളൂ, മറ്റേ ആൾ തറയിലായിരിക്കും. സത്യമല്ലേ? നമ്മൾ ആരെങ്കിലും ഇങ്ങനെ നിവർന്നു നിന്ന് യേശു എന്തുണ്ട് വിശേഷം, നമ്മൾ അന്യോന്യം കാണുമ്പോൾ അങ്ങനെയൊക്കെ പറയും. യേശുവിനെ കണ്ടാ തറയിൽ കിടക്കും. കാരണം എന്താ? കാലി വീട് പോകും, അവൻ ദൈവമാണ് അല്ലേ? അതേ അധ്യായത്തിന്റെ 16ഉം 17ഉം ഈ സഹോദരിമാർ പോവുകയാണ്, 11 അപ്പോസ്തലന്മാരോടും പറയാൻ പോവുകയാണ് നമ്മുടെ കർത്താവ് മരിച്ചതും മാത്രമല്ല ഉയർത്തെഴുന്നേറ്റുമുണ്ടെന്ന്. അവരുടെയും പ്രതികരണം ഒന്ന് നോക്കാം. 16ഉം 17ഉം. 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. നമ്മുടെ ആരാധന എന്നുള്ള പദത്തെക്കാളും നല്ലൊരു പദമാണ് നമസ്കരിക്കുക അല്ലെ? നമ്മളത് പലപ്പോഴും ഉപയോഗിക്കാറില്ല. സത്യ നമസ്കാരികളെ ദൈവം അന്വേഷിക്കുന്നു എന്ന് യോഹന്നാൻ 4 പറഞ്ഞിരിക്കുന്നു അല്ലെ? നമസ്കരിച്ചു, ആരാധിച്ചു അല്ലെ? ലൂക്കോസിന്റെ സുവിശേഷം 24:52 അതവിടെ സ്വർഗാരോഹണം ചെയ്യുന്ന ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നില്ല. അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് അവർ നമസ്കരിച്ചു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അത് നോക്കി നിന്ന അപ്പോസ്തലന്മാർ അവന്റെ കാലിന് വീണ് നമസ്കരിച്ചു. യോഹന്നാൻ 20:27ഉം 28ഉം നമുക്കറിയാവുന്ന വേദഭാഗമായതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതാണ്. 11 പേരിൽ ചിലർ സംശയിച്ചു. അതാരായിരുന്നു ആ ചിലർ? മലയാളികൾക്ക് പ്രിയപ്പെട്ടവനാണ് നമ്മുടെ തോമാസ് ലീഹ അല്ലെ? അപ്പൊ തോമാസിനെ അന്വേഷിച്ച് കർത്താവ് പിന്നെയും വരുന്നുണ്ട് അല്ലെ? അതാണ് യോഹന്നാൻ 20 നമുക്കറിയാവുന്നത്. വന്നിട്ട് എന്റെ കൈ നോക്ക്, എന്റെ വിലാപ്പുറം നോക്ക്, നീ എന്തിന് അവിശ്വാസിയായി ഇരിക്കണം. അങ്ങനെ അവൻ നോക്കിയപ്പോ എന്ത് ചെയ്തു? അവൻ അപ്പൊ തന്നെ വീണ് നമസ്കരിച്ചു. എന്ത് പറഞ്ഞു? എന്റെ കർത്താവും എന്റെ ദൈവവുമായവനെ. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് പ്രത്യേകിച്ച് അവൻ ദൈവമാണെന്നുള്ള ബോധ്യം വരുമ്പോൾ അതാണ് അവിടെ വന്നത്. എന്റെ കർത്താവും എന്റെ ദൈവമേ. ഇത്രയും നാളും ഏതോ ഒരു നസ്രയനായ യേശു, നമ്മുടെ ഗുരു, നമ്മുടെ റബ്ബായി അല്ലേ? ഇപ്പൊ അങ്ങനല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടപ്പോൾ തോമാസിന് സംശയമെല്ലാം മാറിയെന്ന് മാത്രമല്ല, ഇത് ദൈവമാണെന്ന് ഒരു ബോധ്യവും കിട്ടി. എന്റെ ദൈവമേ. ഒരു യഹൂദൻ ഒരു മനുഷ്യനെ നോക്കി ഒരിക്കലും പറയില്ല എന്റെ ദൈവമേ. അവൻ ഒരിക്കലും വേറൊരാളുടെ കാലി വീഴത്തില്ല. അവൻ കാലേ വീണേച്ച് പറയും എന്റെ ദൈവമാണ്, ഇതെന്റെ ദൈവമായി ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ കണ്ടോ, നമ്മള് പുനരുത്ഥാനത്തെ കുറിച്ച് പ്രസംഗിച്ച് കുറെ ബൈബിൾ സ്റ്റഡി നടത്തി കുറെ പോയിന്റ് എഴുതി പോയാൽ പോരാ. എന്ത് ചെയ്യണം? ആരാധിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണെന്ന് പറയുമ്പോൾ നിങ്ങളെങ്ങനെ ഹല്ലേലൂയൊക്കെ പറയണം അല്ലെ? ഇന്നത്തെ ആരാധന എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട, കാരണം ഞാൻ സ്ഥലകാല ബോധം മറന്നിരുന്ന് ആരാധിച്ചു. പക്ഷെ ഇന്ന് എന്റെ വചനം അത് തന്നെ പറയുന്നേ, ആരാധിക്കേണ്ടവനാണ്. അല്ലാതെ ഈസ്റ്ററിനെ കുറിച്ച് 10 സത്യം അറിയാൻ ഞാൻ വേണം ഒരു ആർട്ടിക്കിൾ എഴുതി തരാം, അത് അവിടെ ഇരിക്കട്ടെ, അത് നല്ല കാര്യം. പക്ഷേ ആരാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രതികരണം അതായിരിക്കണം അല്ലെ? ഒന്നാമത്തെ പ്രതികരണം വിശ്വസിക്കണം. വിശ്വസിക്കാതെ ആരാധിച്ചിട്ട് ഒരു ഗുണമില്ല. കൊള്ളാം, ആരാധനയൊക്കെ ദൈവത്തിന് കിട്ടി, നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ഈ കർത്താവിനെ ആരാധിക്കണം. മരണപാശങ്ങളെ അതിജീവിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധനാകുന്നു. അവന്റെ മേൽ ഒരു ദ്രവത്വത്തിനും സ്ഥാനമില്ല. അവൻ ഉയർത്തെഴുന്നേറ്റേ മതിയാകൂ. മരണത്തിന് അവന്റെ മേൽ ഒരു അധികാരവുമില്ല. അവൻ ദൈവപുത്രനാകുന്നു. നമ്മുടെ കർത്താവിന് ഒരു സ്തോത്രം പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഒന്ന് ആരാധിക്കാമോ? സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ. പ്രായോഗികമായ 3 അനുഗ്രഹങ്ങൾ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ഓർമ്മയിൽ ഒന്ന് കൊണ്ടുവരാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തം ഇനി അനന്തരഫലങ്ങളെ കുറിച്ചാണ്. പ്രായോഗിക തലത്തിൽ ഉള്ള അനന്തരഫലങ്ങളെ കുറിച്ചാണ്. നമുക്ക് റോമാലേഖനത്തിലേക്ക് വീണ്ടും തിരിയാം. റോമർ 6-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഒന്നാമതായിട്ട് ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തം നമുക്ക് ഒരു നടപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നടപ്പുണ്ട്. റോമർ 6:4 നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ.
നമ്മൾ ഇന്ന് സ്നാനത്തിന്റെ ഒരു സാക്ഷ്യം കേട്ടു. എന്താ സംഭവിച്ചേ? യേശു ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം കടന്നു വന്നു, പങ്കാളിത്തം കടന്നു വന്നു, ഏകീഭാവം കടന്നു വന്നു. അവന്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചതുപോലെ അവന്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിച്ചിട്ട് ജീവന്റെ പുതുക്കത്തിൽ ഒരു നടപ്പുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ്. നമ്മൾ മരിച്ചിരുന്നവരായിരുന്നു, നമ്മൾ അനുസരണക്കേട് നടന്നവരായിരുന്നു. ഇനി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ദൈവത്തിന്റെ ശക്തിയാൽ നമുക്കും ഒരു പുതിയ നടപ്പുണ്ട്, അല്ലെ? ഇന്നലെ വരെ യേശു ക്രിസ്തു കല്ലറയിലിരുന്നു, ഞായറാഴ്ച പകൽ മുതൽ കല്ലറയിലല്ല. നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ പാപത്തിലിരുന്നു, ഇന്ന് ഞാൻ പാപത്തിലല്ല. പുതുക്കത്തിന്റെ ഒരു നടപ്പതാ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ 6-ാം അധ്യായത്തിൽ നിന്ന് ഒരുപാട് പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു പോകുന്നു, നിർത്തുന്നു. അതിൽ കൂടുതൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് എടുത്ത് കേട്ടാൽ മതി. റോമർ 6-ൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചായിരുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് പ്രായോഗിക തലത്തിൽ നമുക്കുള്ള അനുഗ്രഹം, ഉയർപ്പിന്റെ നടപ്പുണ്ട്. രണ്ടാമതായിട്ട് റോമർ 8-ലേക്ക് കടന്നു വരുമ്പോൾ ഉയർപ്പിന്റെ ശക്തിയുണ്ട്, അല്ലെ? റോമർ 8:2 അത് എന്റെ തർജ്ജമ ഇങ്ങനെയാണ്. യവന ഭാഷയിലെ പദക്രമത്തോട് നീതി പുലർത്തിക്കൊണ്ടുള്ള എന്റെ തർജ്ജമ ഇങ്ങനെയാണ്: ആത്മാവിന്റെ പ്രമാണമായ ക്രിസ്തയേശുവിന്റെ ജീവൻ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം പകർന്നു തരുന്നു. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? എനിക്കത് ഒരിക്കലും ജീവന്റെ ആത്മാവിന്റെ പ്രമാണം തെറ്റിപ്പോയി. ജീവന്റെ ആത്മാവിന് ഒരു വിശേഷണം കൊടുത്തിരിക്കുകയാണ്, ജീവന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്തുതിച്ച് പറഞ്ഞു പോയിരിക്കണം. അങ്ങനല്ല, യവന ഭാഷയിൽ അങ്ങനല്ല, ഇംഗ്ലീഷിലും പല ട്രാൻസ്ലേഷനിലും അങ്ങനല്ല. പരിശുദ്ധാത്മാവിനൊരു പ്രമാണമുണ്ട്, പക്ഷെ അത് പഴയ നിയമത്തിലെ പോലെ അക്ഷരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന പ്രമാണമല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രമാണം ഒരു ജീവനാണ്, ഒരു ശക്തിയാണ്, ഒരു ചൈതന്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് എന്ത് പ്രാപിക്കാൻ പറ്റും? സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റും. അത് പിന്നീട് കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. 11-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തോന്നും, അല്ലെ? നമുക്ക് അവസാന നാളിൽ മരിച്ചിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരുമെന്ന്, അതിനെ കുറിച്ചല്ല ഈ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, അതായത് ദൈവം, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്: ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ജീവിപ്പിക്കും. ഇതും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. നല്ല നടപ്പ് നടക്കണമെങ്കിൽ എന്തോ വേണം? ആത്മാവിന്റെ ശക്തി വേണം. പക്ഷെ ഈ ആത്മാവിന്റെ ശക്തി ഏത് ശക്തിയാണ്? യേശു ക്രിസ്തുവിനെ മരണവാശങ്ങളിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി. അപ്പോഴാ നമ്മൾ വന്ന് പറയുന്നത്, അയ്യോ, പാപത്തിനും പ്രലോഭനത്തിനും എന്തൊരു ശക്തിയാണെന്നറിയാവോ? എനിക്ക് ഈ പാപമൊന്നും വിടാൻ പറ്റത്തില്ല, ഭയങ്കര പ്രലോഭനമാണ്. യേശു ക്രിസ്തു മരിച്ചു കിടന്നു, കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു. അത്രയും വലിയ ശക്തി പോരെ നിന്റെ പാപത്തെ അതിജീവിക്കാൻ? മരണത്തെക്കാളും വലിയ ശക്തിയാണോ നിന്റെ പ്രലോഭനത്തിന്? കണ്ടോ, അതാ ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി, നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിന്റെ ശക്തി, അത് നിങ്ങളെ ജഡത്തെ അനുസരിക്കാതെ നിങ്ങളുടെ ശരീരങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിപ്പിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13:9 ആരെങ്കിലും വായിക്കാവോ? 2 കൊരിന്ത്യർ 13:4 ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും, യേശു ക്രിസ്തുവിന്റെ കാര്യമാണ്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, പക്ഷെ ദൈവശക്തിയാൽ ജീവിക്കുന്നു. നമ്മൾ ബലഹീനരാണ്, നമ്മളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, പക്ഷേ അവനോട് കൂടെ ദൈവശക്തിയാൽ നമ്മൾ ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഈ ശക്തി നമുക്കുണ്ട്. ഉയർപ്പിന്റെ ശക്തി നമ്മളോട് ദൈവം പങ്കുവെക്കുന്നു.
അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നല്ല കാര്യം എന്ന് പറഞ്ഞിരിക്കുകയല്ല, ആ ഉയർപ്പിച്ച അതേ ശക്തി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പങ്കുവെക്കുന്നു. എന്തിന്? നേരത്തെ പറഞ്ഞ പുതുക്കത്തിന്റെ നടപ്പ് നടക്കുവാൻ, ജഡത്തെ അനുസരിക്കാതെ നടക്കുവാൻ, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. നമ്മുടെ പ്രശ്നം ഈ ശക്തിയെക്കുറിച്ച് നമുക്കൊരു ബോധവുമില്ല. ഉള്ളിലിരിക്കുന്ന ശക്തിയെക്കുറിച്ച് ബോധമില്ല. അതുകൊണ്ടാണ് എഫീസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്കറിയാലോ എന്താണ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചത്? അറിഞ്ഞൂടാത്തവരൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് എഫീസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16 മുതൽ നമുക്ക് വായിക്കാം. ആരെങ്കിലും എത്തിയെങ്കിൽ വായിക്കാം. എഫീസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകി. നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടാകണം. എന്നിട്ട് അവിടെ പിന്നീട് പറഞ്ഞിരിക്കുകയാണ് 3 കാര്യങ്ങൾ നിങ്ങൾ അറിയണം, അല്ലെ? നിങ്ങളുടെ ആശ ഇന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ 19 മുതൽ വായിക്കാം. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് അവിടെ നിർത്തിയില്ല, തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിനെ മരണവാശങ്ങളിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ മനുഷ്യൻ എന്തോ വേണം? വെളിപ്പാട് വേണം, അറിവ് വരാ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകക്കണ്ണുകൾ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു തരണം. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാക്കി മാറ്റണം. അപ്പോസ്തലന്റെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയാക്കി മാറ്റണം. കർത്താവ് എന്റെ ഉള്ളിലാക്കിയിരിക്കുന്ന ഉയർപ്പിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഞാൻ തിരിച്ചറിയുവാൻ എന്റെ ഹൃദയത്തിന്റെ അകക്കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിച്ചു തരണമേ. അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തിരുവചനം തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ ദൈവം തുറന്നു. പ്രാർത്ഥിക്കണം, കർത്താവ് എന്റെ ബുദ്ധി ഒന്ന് തുറന്നു തന്നാട്ടെ. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളുടെ ശരിയായ അറിവ്, തിരിച്ചറിവ്, വെറും അറിവല്ല, വെറും ജ്ഞാനമല്ല, തിരിച്ചറിവ്. അതായത് ഹൃദയത്തിന്റെ അകക്കണ്ണുകൾ പ്രകാശിക്കപ്പെടണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആ വ്യാപാര ശക്തി എന്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു. എനിക്ക് പാപത്തെ അതിജീവിക്കുവാൻ കഴിയും. ലോകത്തിലുള്ളവർ ഇത് വലിയ ആസക്തിയാണ്. ലോകത്തിലുള്ള ആർക്കും ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല, അല്ലെ? അഡിക്ഷൻ ആണെന്നൊക്കെ പറയും. അതിനെയൊക്കെ തകർക്കാൻ മരണത്തെക്കാളും വലുതൊന്നുമല്ലല്ലോ ഇതൊന്നും. മരിച്ചു കിടന്ന വ്യക്തിയെ ഉയർത്തുന്നതിനേക്കാളും പാടുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇത്. പറ്റും. മരിച്ച ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തി. ആമേൻ, സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകട്ടെ, സമയം ഏതാണ്ട് അവസാനിക്കാറായി. അപ്പോ പ്രായോഗിക തലത്തിൽ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്? 1, നമുക്ക് ഉയർപ്പിന്റെ ഒരു നടപ്പുണ്ട്. 2, നമുക്ക് ഉയർപ്പിന്റെ ഒരു ശക്തിയുണ്ട്. 3-ാമതായിട്ട് ഉയർപ്പിന്റെ ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആമേൻ, സ്തോത്രം. റോമർ 8-ന്റെ 23 മുതൽ 25 വരെ ഒന്ന് വായിക്കട്ടെ. ഞാൻ തന്നെ വായിക്കാം. റോമർ 8 തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതങ്ങ് വായിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം. എന്താ നമുക്ക് ഇനി മുന്നോട്ട് നോക്കുമ്പോഴുള്ള നമ്മുടെ പ്രത്യാശ? റോമർ 8-ന്റെ 23 ഞാൻ വായിക്കാം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞെരുങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയില്ല. നമുക്കൊരു പ്രത്യാശ വെച്ചിട്ടുണ്ട്. നമ്മൾ ചിലതിനായി കാത്തിരിക്കാൻ. എന്താണ്? നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പ്. നമുക്കിപ്പോ ഉയർപ്പിന്റെ ശക്തി ലഭിച്ചിട്ടുണ്ട്, ഉയർപ്പിന്റെ ജീവനുമായ ഒരു പങ്കാളിത്തമുണ്ട്. പക്ഷെ ഉയർപ്പിന്റെ ശരീരം ലഭിച്ചിട്ടില്ല. എന്റെ ശരീരം കർത്താവിന്റെ ഉയർപ്പിന്റെ ശരീരം പോലെ ആയിട്ടില്ല, അല്ലെ? ആരെങ്കിലും ഒരാള് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ഉം 21 ഒന്ന് വായിക്കാവോ? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ഉം 21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു.
ആ കർത്താവിന്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുന്നു. അങ്ങനെ അവൻ രണ്ടാമതായി വരുമ്പോൾ വായിച്ചാട്ടെ, അവന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ പാപത്താൽ നിറഞ്ഞിരിക്കുന്ന ശരീരത്തെ, അവിടെ അണ്ടർലൈൻ അടിവരയിടേണ്ട വാക്ക്, അവന്റെ മഹത്വമുള്ള ശരീരം പോലെ. എന്തെങ്കിലും ഒരു പാപമില്ലാത്തൊരു ശരീരം, ആദാമിന് കൊടുത്ത പാപമില്ലാത്ത ശരീരം എടുത്ത് അങ്ങ് തരികയല്ല. നമ്മളെല്ലാം നിഷ്കളങ്കരായി ആദാമിനെ പോലെ നിഷ്കളങ്കതയിലേക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ മഹത്വമുള്ള മഹിമയുള്ള ശരീരത്തോട് നമ്മളെ അനുരൂപരാക്കും. ക്രിസ്തുവിന്റെ അതേ ശരീര പ്രകൃതം നമ്മുടെ ശരീരങ്ങൾക്കുണ്ടാവും. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിനായിട്ടാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്, അല്ലേ? അതിനായിട്ട് നമ്മൾ പ്രത്യാശിക്കുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഒരു ദിവസം നമ്മുടെ ഈ ശരീരവും പൂർണ്ണമായിട്ട് പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കും. ആ പ്രത്യാശയ്ക്കായിട്ടല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഓൺലൈനിൽ ഒരു ബൈബിൾ നോക്കിയപ്പോൾ ഈ വാക്യം എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയോ? പ്രത്യാശ ഇല്ലാതാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ടൈപ്പ് ചെയ്തപ്പോൾ ആർക്കാണ്ടോ പറ്റിയ കുഴപ്പമാണ്. പ്രത്യാശ ഇല്ലാതാണല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആ പുള്ളിയുടെ രക്ഷ എങ്ങനെയായിരിക്കും? നമ്മള് പൗലോസ് എഴുതിയത് പ്രത്യാശയോടെ. നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? ഈ ഉയർപ്പ് നിങ്ങൾക്കൊരു പ്രത്യാശ പകർന്നു തരുന്നുണ്ട്. നമ്മള് ഫിലിപ്പിലെ ലേഖനത്തിൽ വായിച്ചു കണ്ടോ? കർത്താവ് മടങ്ങി വരുമ്പോൾ ഇത് സുനിശ്ചിതമായും സംഭവിക്കും. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ ആട്ടവും കുലുക്കവും കോട്ടവും ഒക്കെ ഒരു നാൾ മാറും. നമ്മുടെ എല്ലാ ശരീരവും മഹിമയുള്ള ശരീരവും. അത് ഉറപ്പായിരിക്കണമേ, അറിവല്ല, ഉറപ്പായിരിക്കണം, പ്രത്യാശയായിരിക്കണം, നിങ്ങൾ ഉറ്റുനോക്കുന്ന വസ്തുതയായിരിക്കണം, അല്ലെ? അതുമായിട്ട് ചിന്തിച്ച് നമുക്ക് നമ്മുടെ ഈ ധ്യാനം അവസാനിപ്പിക്കാനായിട്ട് 1 കൊരിന്ത്യർ 15 തിരിയാം. 15:52 മുതൽ 58. 1 കൊരിന്ത്യർ 15 അധ്യായമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിഷയം, ഈ പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയൊരു അധ്യായം. അതിലെ ഈ ശരീരങ്ങളുടെ രൂപാന്തരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 52 മുതലുള്ളത്. അതിലെ അവസാന ഭാഗത്തെ പ്രബോധനമാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹം. പക്ഷേ അതിനു മുൻപുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 52 വാക്യം മുതൽ പൗലോസ് ഒരു വെളിപ്പാട് നമുക്ക് പകർന്നു തരികയാണ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എല്ലാവരും മരിക്കുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ, ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ കർത്താവിന്റെ രണ്ടാം വരവിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ഇത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. ചിലരെയൊക്കെ നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കണേ കുറെ നേരം എടുക്കും, അല്ലെ? ചില വീട്ടിലൊക്കെ പോയി പിള്ളേരെ 4 മണിക്കൂർ എടുക്കും. ഇത് അങ്ങനല്ല. പക്ഷെ ഇത്രയും പാപമൊക്കെ ഉള്ളവനാണോ എന്നാ പിന്നെ ഒരു 5 മണിക്കൂർ എടുക്കും കേട്ടോ. എന്നല്ല, എത്ര വലിയ കൊടുമ്പാപിയാണേലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്താ ഈ രൂപാന്തരപ്പെടും? നേരത്തെ കേട്ടത് അനുരൂപപ്പെടും. എന്തോന്നിലോട്ട് അനുരൂപപ്പെടും? ക്രിസ്തുവിന്റെ മഹിമയുള്ള ശരീരത്തിലേക്ക് നമ്മൾ അനുരൂപപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഇത്രയും നേരം നമ്മൾ കേട്ടിരുന്ന എന്തായിരുന്നു? 16 സങ്കീർത്തനത്തിൽ നിന്ന് പരിശുദ്ധനായതുകൊണ്ട് യേശുക്രിസ്തു ദ്രവത്വം ഒന്നും അനുഭവിക്കത്തില്ല, അവൻ കല്ലറയിൽ നിന്ന് ഇറങ്ങി വരുമെന്ന്. പക്ഷെ അവനിൽ വിശ്വസിച്ചവർക്ക് എന്ത് സംഭവിക്കും അവസാനം? അവർക്കും ഇനി ദ്രവത്വം ഒന്നും പാടില്ല. ഈ ദ്രവിക്കുന്ന ശരീരം പോയച്ച് മരിക്കാത്ത ശരീരം, ദ്രവിക്കാത്ത ശരീരം. നമ്മുടെ കർത്താവ് നമ്മളോട് എത്രമാത്രം സ്നേഹിക്കുന്നില്ലേ? അവന്റെ ഈ സന്തോഷങ്ങളെല്ലാം നമുക്ക് പങ്കിടുകയാണ്, അവന്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കൈ മാറുകയാണ്, അല്ലേ? അങ്ങനെ നമ്മളും ഈ പുതിയ ശരീരം ധരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പാടിയതുപോലെ നമ്മൾ മരണത്തെ വെല്ലുവിളിക്കും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഏത് ജയമായി പറഞ്ഞിരിക്കുന്നത്? മരണത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ആത്യന്തികമായ ശത്രു, അവസാനത്തെ ശത്രു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മരണത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ, അതാണ് ചൂണ്ടിക്കാണിക്കാൻ വന്നത് നമ്മുടെ പ്രത്യാശയുടെ വിഷയം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, എന്താകയാൽ? നമുക്ക് സുനിശ്ചിതമായ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്.
നമ്മൾ രൂപാന്തരപ്പെടും, നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. ഇതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കൾക്കുള്ള ഭാവി, സുനിശ്ചിത ഭാവി. ഉറപ്പിച്ചു വെച്ചോ, ഇത് സംഭവിച്ചിരിക്കും. അങ്ങനെ ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇങ്ങനൊരു പ്രത്യാശ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ളത് കൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. നേരത്തെ നമ്മൾ പാടിയതുപോലെ അലസത ശരിയാമോ? അല്ലെ, നമ്മൾ പാട്ട് പാടിയില്ലേ, എമ്മി ചെറിയാൻ്റെ പാട്ട്. അലസത ശരിയാണോ? ഇല്ല, ഇറങ്ങി പ്രവർത്തിപ്പിൻ. കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു വേലയും വ്യർത്ഥമല്ല. കാരണം എന്താ? സുനിശ്ചിതമായ ഭാവി നമുക്കുണ്ട്, ഒരു ഉറപ്പായ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ട്. അയ്യോ, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി സുവിശേഷീകരിച്ച ആരെങ്കിലും ഒന്ന് നിങ്ങളുടെ വലത്തെ കൈ ഒടിക്കും. ഈ വലത്തെ കൈ ഒടിഞ്ഞു പോയാലും കുഴപ്പമില്ല, സുനിശ്ചിതമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്കുണ്ട്. അയ്യോ, നിങ്ങളുടെ കാലും കൈയും തല്ലി ഒടിച്ച് ജയിലിലിടും. സുനിശ്ചിതമായ ഒരു മരണമല്ലല്ലോ, മരണത്തെ ഏറ്റവും അവർക്ക് എനിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ മരണം. ആ മരണത്തെ ഞാൻ ജയിക്കുമെന്നായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലേ? നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ, യേശുവിനെ സേവിക്കുമ്പോൾ കടന്നു വരാവുന്ന ഏറ്റവും കഠിനമായ എന്താ പറയാ പ്രതികൂലമാണ് മരണം. ആ മരണത്തെ ജയിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ അതിനേക്കാളും ചിന്ന കാര്യങ്ങൾ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അടി തന്നു, കൈ ഒടിച്ചു, ഇതാ പറയുന്ന പൗലോസ്. അതുകൊണ്ടാണ് ഇതിന് മുമ്പേ പറഞ്ഞ എഫെസോസിൽ അല്ലെ മൃഗങ്ങളുമായിട്ട് പോരാട്ടം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പൈശാചിക യുദ്ധങ്ങൾ നടത്തി. അതായത് യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും ഒരു ഭയവുമില്ലാതെ ഉറപ്പോടെ കുലുങ്ങാതെ നമ്മൾ എന്ത് ചെയ്യും? അലസതയൊക്കെ മാറ്റിവെച്ച് കർത്താവിനെ സേവിക്കും. എന്തുകൊണ്ടാ? പ്രത്യാശയുള്ളത് കൊണ്ട്. നമ്മൾ ഈ പ്രത്യാശ ഗാനം പാടിയാൽ പോരാ, പ്രത്യാശ ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ വെളിപ്പെട്ട് വരും. അല്ലെ? ഇപ്പൊ നിങ്ങളോട് നമ്മുടെ ഒരു കുഞ്ഞിനോട് ഒരു പ്രിൻസിപ്പിൾ പോയി പറയാം, മോനെ ഇനി അടുത്ത് പറ, നീ എങ്ങനൊക്കെ ഇരുന്നാലും ഞാൻ ഇപ്പോഴേ നിനക്ക് ഒരു വാക്തത്വം തരിക, നീ പരീക്ഷ പാസ്സായിരിക്കും, അടുത്ത ക്ലാസ്സിൽ നീ കാണും, 7ാം ക്ലാസ്സിൽ നീ കയറിയിരിക്കും. ഈ 6ാം ക്ലാസ്സുകാരൻ എങ്ങനെ നടക്കും? പേടിച്ച് സ്കൂളിൽ പോവാതെ എന്ന് പോകണ്ടോ കേട്ടോ എന്നാണോ? അവൻ സ്കൂളിൽ എന്നും വന്നിരിക്കാം, ഭയങ്കര ചുറുചുറുക്കുള്ളൊരു പയ്യനായിരിക്കും. കാരണം അവന് പേടിയൊക്കെ പോയി. എന്തായാലും ഞാൻ ജയിച്ചു. പ്രിൻസിപ്പിൾ വാക്തത്വം അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ സകല ഭൂമിയെയും സ്വർഗത്തെയും വാഴുന്ന കർത്താവ്, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഏറ്റവും വലിയ ശത്രുവായ, ഏറ്റവും അവസാനത്തെ ശത്രുവായ മരണത്തെ പോലും നിങ്ങൾ ജയിച്ചിരിക്കും. ഞാൻ വാഗ്ദത്തം തരിക, ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ രൂപാന്തരമൊക്കെ സംഭവിക്കും. നമുക്ക് വാഗ്ദത്തം ലഭിച്ചിരിക്കാൻ പൗലോസ് പറയാണ്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം ഒരിക്കലും വ്യർത്ഥമല്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരിക. കർത്താവിന്റെ വേല എന്ന് പറയുമ്പോൾ എല്ലാ ഉത്തരവാദിത്വവും അതിനകത്ത് കടന്നു വരിക. ശുശ്രൂഷ മാത്രമല്ല, ഭവനത്തിലെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഇറങ്ങി തിരിച്ചങ്ങ് ശുശ്രൂഷിക്കണം, വർദ്ധിച്ചു വരണം. കാരണം എന്താ? ഈ സന്തോഷമുണ്ട്. കർത്താവ് മടങ്ങി വരുമ്പോൾ തീരും ഈ അല്ലലല്ല. കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ പോലെ ആയിത്തീരും, എനിക്ക് മഹിമയുള്ള ശരീരം ലഭിക്കും. ഇപ്പൊ കിട്ടുന്ന അടിയായാലും ചതവായാലും അല്പമൊക്കെ ബുദ്ധിമുട്ടായാലും അതൊക്കെ അല്പകാലം. എന്റെ കർത്താവ് വരുമ്പോ മാറും അല്ലെ? യേശുക്രിസ്തു ക്രൂശിൽ പോയത് അങ്ങനല്ലേ? 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അയ്യോ, 3 ദിവസം കിടക്കണോ എന്നും പറഞ്ഞല്ലേ പോയത്. 3-ാം നാൾ ഞാൻ ഉറപ്പായും വരും. കഷ്ടതയൊക്കെ വരും, അത് ശരിയാ, ക്രൂശി മരിക്കേണ്ടി വരും. പക്ഷേ 3-ാം നാൾ വരും. നമുക്കും ഒരു 3-ാം നാളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുണ്ട്. ആ പ്രത്യാശ നിമിത്തം വേലയിൽ വർദ്ധിച്ചു വരിക. ഞാൻ ഉപസംഹരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് ബൈബിളിൽ നിന്ന് നമ്മൾ ചില ചിന്തകൾ കണ്ടു. ഈ പുനരുത്ഥാനം കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ 16-ാം സങ്കീർത്തനത്തിൽ നിന്നും അത് ഉദ്ധരിച്ചു കൊണ്ടുള്ള സഭയുടെ ഒന്നാമത്തെ പ്രസംഗം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ നിന്നും ഒക്കെ കണ്ടു. എന്താണ്? യേശുക്രിസ്തു ദ്രവത്വം കാണുകയില്ല. 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ ദ്രവത്വം കാണുകയില്ല. അവൻ പാതാളത്തിൽ തള്ളപ്പെടുകയില്ല. അവൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അതെന്തുകൊണ്ടാണ്? അവൻ പരിശുദ്ധനാണ്, അവൻ പാപമില്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ ശിക്ഷ പൂർണ്ണമായിട്ടും, നമ്മുടെയൊക്കെ ശിക്ഷ പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തു കഴിയുമ്പോൾ പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ കർത്താവ് പരിശുദ്ധനാകുന്നു.
അവന്റെ നാമത്തിൽ പാപമോചനം പ്രസ്താവിക്കപ്പെടുന്നു, അവനിൽ നമ്മൾ വിശ്വസിക്കണം. രണ്ടാമതായിട്ട് കണ്ടു, അവൻ ദൈവപുത്രനാണെന്ന് ഉയർത്തെഴുന്നേൽപ്പ് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവനെ ആരാധിക്കണം, അവനെ വിശ്വസിക്കണം, അവനെ ആരാധിക്കണം. പ്രായോഗിക തലത്തിൽ നമുക്ക് 3 അനുഗ്രഹങ്ങളുണ്ട്. ഈ ഉയർപ്പിന്റെ ഒരു നടപ്പുണ്ട്, അതിനുവേണ്ട ഉയർപ്പിന്റെ ശക്തിയുണ്ട്, ഭാവിയെ നോക്കുമ്പോൾ ഉയർപ്പിന്റെ ഒരു പ്രത്യാശ നമുക്കുണ്ട്, അല്ലെ? ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഇത്ര വലിയ പ്രത്യാശ ഞങ്ങൾക്ക് പകർന്നു തരുവാൻ കർത്താവെ ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങൾക്കൊരു അർഹതയുമില്ല. എന്നിട്ടും നീ ഞങ്ങളെ തേടി വന്നു, നീ ഞങ്ങളെ സ്നേഹിച്ചു. പാപം നീക്കിയെന്ന് മാത്രമല്ല കർത്താവെ, നിന്റെ മക്കളാക്കി തീർത്തു. പുത്രനോട് ചേർത്ത് അവന്റെ എല്ലാ അനുഭവങ്ങളും ഞങ്ങൾക്ക് പങ്കുവച്ചു, അവന്റെ കാന്തയാക്കി തീർത്തു. ഈ കുടുംബത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പങ്കുവെച്ചു തരുന്ന നല്ല പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ ക്രൂശിൽ നൽകി അവനിലൂടെ ഞങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുത്രനായ കർത്താവായ യേശുവേ, ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ച് ഈ കഷ്ടതകളെല്ലാം അങ്ങ് അനുഭവിച്ചല്ലോ. എന്നിട്ട് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഞങ്ങളിൽ ആത്മാവിനാൽ പകർന്നിരിക്കുക. സ്തോത്രം കർത്താവേ. ഇന്ന് ഈ കേട്ട വചനം ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും ഒരു പ്രോത്സാഹനമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉയർപ്പിനെ കുറിച്ച് അറിവ് മാത്രം പോരെ കർത്താവേ, അതിന്റെ അനുഭവ വെളിച്ചത്തിൽ ജീവിക്കുവാൻ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് പങ്കാളികളായവരായി യഥാർത്ഥ ജീവിതത്തിൽ നടക്കുവാനും ജീവിക്കുവാനും ഞങ്ങളേവരെയും പ്രാപ്തരാക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ ജീവിക്കുവാനും നടക്കുവാനും ഞങ്ങളേവരെയും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.